പാകിസ്ഥാനെ വീണ്ടും ചേർത്ത് നിർത്തി തുർക്കിയിൽ നിർമ്മിച്ച രണ്ടാമത്തെ മിൽജം ക്ലാസ് കപ്പൽ പാകിസ്ഥാൻ നാവികസേനയ്ക്ക് കൈമാറി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാങ്കേതിക കൈമാറ്റ കരാറിന്റെ അടിസ്ഥാനത്തിലാണ് കപ്പൽ നിർമ്മിച്ചത്. പാകിസ്ഥാൻ ഭക്ഷണത്തിനായി കഷ്ടപ്പെടുമ്പോൾ തങ്ങളുടെ സൈനിക സംഭരണം വീർപ്പിക്കാൻ ഏറെ പാടുപെടുകയാണ്. ഇന്ത്യ ആരംഭിച്ച ഓപ്പറേഷൻ സിന്ദൂറിനെ പ്രതിരോധിക്കാൻ തുർക്കി എല്ലാവിധത്തിലും പാകിസ്ഥാനെ പിന്തുണച്ചിരുന്നു എന്നത് വ്യക്തമാണ്. ഇപ്പോൾ ഒരിക്കൽ കൂടി പാകിസ്ഥാന് സൈനിക തലത്തിൽ സഹായവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഇസ്താംബുൾ നാവിക കപ്പൽശാലയിൽ വെച്ചാണ് PNS ഖൈബറിന്റെ കമ്മീഷൻ ചടങ്ങ് നടന്നത്. തുർക്കി പ്രസിഡന്റ് റജബ് തായിബ് എർദോഗനും പാകിസ്ഥാൻ നാവിക മേധാവി അഡ്മിറൽ നവീദ് അഷ്റഫും ചടങ്ങിൽ പങ്കെടുത്തതായി പാകിസ്ഥാൻ സൈനിക മാധ്യമ വിഭാഗം പ്രസ്താവനയിൽ പറഞ്ഞു. ചടങ്ങിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രസിഡന്റ് എർദോഗൻ നടത്തിയ പ്രസംഗത്തിൽ പാകിസ്ഥാനുമായുള്ള സഹോദര ബന്ധത്തെ പരാമർശിച്ചു. നമ്മുടെ പങ്കിട്ട ചരിത്രം ആഴത്തിൽ വേരൂന്നിയതാണ്. നൂറ്റാണ്ടുകളായി പരീക്ഷിച്ച തുർക്കി പാകിസ്ഥാൻ സൗഹൃദം അള്ളാഹു ഇച്ഛിച്ചാൽ കാലാവസാനം വരെ നിലനിൽക്കുകയും തഴച്ചു വളരുകയും കൂടുതൽ ശക്തമായി വളരുകയും ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു. പാകിസ്ഥാൻ നാവികസേനയുടെ ഏറ്റവും നൂതനമായ ഉപരിതല വെസലുകളാണ് മിൽജം ക്ലാസ് കപ്പലുകൾ. ആധുനിക ആയുധങ്ങളും നൂതന സെൻസറുകളും സംയോജിപ്പിച്ച ഏറ്റവും പുതിയ കമാൻഡ് ആൻഡ് കൺട്രോൾ സംവിധാനങ്ങൾ ഈ കപ്പലുകളിൽ സജ്ജീകരിച്ചിരിക്കുന്നു. അന്തർവാഹിനി വിരുദ്ധ യുദ്ധം, വ്യോമ പ്രതിരോധം, ഉപരിതല യുദ്ധം എന്നിവയ്ക്ക് അവ പ്രാപ്തമാണ്. പാകിസ്ഥാനായി 4 മിൽജം ക്ലാസ് കപ്പലുകൾ നിർമ്മിക്കുന്നതിനുള്ള കരാർ 2018 തുർക്കി ഒപ്പുവെച്ചത്. കരാർ പ്രകാരം 2 കപ്പലുകൾ തുർക്കിയിലും ബാക്കിയുള്ള 2 പാകിസ്ഥാനിലും നിർമ്മിക്കുകയായിരുന്നു. ഇപ്പോൾ PNS ഖൈബർ കമ്മീഷൻ ചെയ്യുന്നത് തുർക്കിയിലെ 2 കപ്പലുകളുടെ നിർമ്മാണം പൂർത്തിയാകുന്നതിനെ സൂചിപ്പിക്കുന്നു. തുർക്കിയിൽ നിന്ന് കപ്പൽ സ്വീകരിച്ചതിൽ പാകിസ്ഥാൻ പ്രസിഡന്റ് ആസിഫ് അലി സർദാരി, പ്രസിഡന്റ് ഷഹബാസ് ഷെരീഫും അതിയായ സന്തോഷം പ്രകടിപ്പിച്ചു. PNS ഖൈബർ കമ്മീഷൻ ചെയ്തതിൽ പാകിസ്ഥാൻ നാവികസേനയെ സർദാരി ഷെരീഫും അഭിനന്ദിച്ചു. പാകിസ്ഥാന്റെ സമുദ്രാതിർത്തികളുടെ സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനും രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ, വ്യാപാരം, കടൽ മാർഗങ്ങൾ എന്നിവ സംരക്ഷിക്കുന്നതിൽ ഈ കപ്പൽ നിർണായക പങ്ക് വഹിക്കുമെന്നും അവർ പറഞ്ഞു. അതേസമയം പാകിസ്ഥാനെ പോലെ ഇസ്ലാമിക രാഷ്ട്രമാണ് തുർക്കിയും. ഔദ്യോഗികമായ മതേതര രാജ്യമാണെന്ന് അവകാശപ്പെടുമ്പോഴും തുർക്കിയിലെ ഭൂരിപക്ഷം മുസ്ലിം ജനവിഭാഗമാണ്. ഈ ഇസ്ലാമിക സ്വത്വം ഇരു രാഷ്ട്രങ്ങളും തമ്മിലുള്ള ദൃഢനിശ്ചയമായ ബന്ധത്തിന്റെ അടിത്തറ പാകിയിട്ടുണ്ട്. ശീതകാല യുദ്ധകാലത്ത് സെൻട്രൽ ട്രീറ്റി ഓർഗനൈസേഷൻ, റീജിയണൽ കോഓപ്പറേഷൻ ഡെവലപ്മെന്റ് തുടങ്ങിയ കൂട്ടായ്മകളിൽ തുർക്കിയും പാകിസ്ഥാനും ഒന്നിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. ഒപ്പം പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഇരു രാജ്യങ്ങളും മിക്കവാറും പരസ്പരം പിന്തുണച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു സൈപ്രസിനെ ചൊല്ലി തുർക്കിയും ഗ്രീസും തമ്മിലുള്ള തർക്കത്തിലെ പാകിസ്ഥാൻ നിലപാട്. ദശാബ്ദങ്ങൾക്ക് മുമ്പ് ദ്വീപ് രാഷ്ട്രമായ സൈപ്രസിനെ ഗ്രീസിലെ ജനവിഭാഗമായ സൈപ്രിയോടുകൾ പട്ടാള അട്ടിമറിക്കിടെ പിടിച്ചെടുക്കാൻ ശ്രമിച്ചിരുന്നു. ഇതേ തുടർന്ന് തുർക്കി സൈപ്രസിനെ ആക്രമിച്ച് രാഷ്ട്രത്തിന്റെ 1/3 ഭാഗവും കയ്യേറി. ഇത് ദ്വീപ് വടക്കുഭാഗത്തേക്കായി ഒരു ടർക്കിഷ് സൈപ്രസിയോട്ട് വിഭാഗത്തിന്റെ വളർച്ചയിലേക്കാണ് നയിച്ചത്. 1970-കളിൽ നടന്ന ഈ സംഭവം, ഇതേ തുടർന്നുണ്ടായ രാഷ്ട്രീയ സാഹചര്യവും ഇന്നും തുടരുന്ന അവകാശ തർക്കമാണ്. ഈ സംഘർഷങ്ങളിൽ തുർക്കിയെ സൈനികമായി പിന്തുണയ്ക്കാൻ പാകിസ്ഥാൻ മുന്നോട്ട് വന്നു. തുർക്കിയുടെ അധീനതയിലുള്ള സൈപ്രസ് സ്വതന്ത്ര പ്രഖ്യാപനം നടത്തുകയാണെങ്കിൽ അതിനെ ഏറ്റവും ആദ്യം അംഗീകരിക്കുന്ന രാജ്യം തങ്ങളായിരിക്കുമെന്ന് അന്നത്തെ പാക് സൈനിക മേധാവിയും മുൻ പ്രസിഡന്റുമായ സിയാ ഉൾ ഹഖ് പ്രഖ്യാപിച്ചത് അക്കാലത്ത് അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധ നേടിയ പ്രസ്താവനയായിരുന്നു. ഇപ്പോഴും സൈപ്രസിൽ ഗ്രീസും തുർക്കിയും അവകാശം ഉന്നയിക്കുമ്പോൾ പാകിസ്ഥാൻ തുർക്കി അനുകൂല നിലപാടായിട്ടാണ് രംഗത്തെത്താറുള്ളത്. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.